السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين إمام المتقين شفيع المذنبين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامات من كل شيطان وهامة. أعوذ بكلمات الله التامات من كل شيطان وهامة وعين اللامة ومن كل شر ذي شر يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. صدق الله مولانا العلي العظيم. إني نزيلك والنزيل لديك يا خير الأنام بكل خير يعتدي وعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ عبد الله مولى القادرين. അഭിവന്ദരായ സയ്യിദ് അവറുകളെ, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, റഹ്മാനുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സ ഈദ് മീലാദിന്റെ മനോഹാരിത ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് പരിശുദ്ധ ഹബീബിനോടുള്ള അദമ്യമായ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി നമ്മുടെ വ്യത്യസ്തങ്ങളായ മഹല്ലുകളിൽ ഹബീബിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സദസ്സുകളെ പ്രൗഢമാക്കി അതിന്റെ മാധുര്യവുമായി ഈ വിശുദ്ധമായ ഇഷ്ഖിന്റെ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ പറുദീസയിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഇടം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മുടെ മുറാദുകൾ ഹാസിലാവാൻ, നമ്മുടെ വിഷമങ്ങൾ തീരാൻ, എല്ലാ ഷർറുകളിൽ നിന്നും ഹിഫ്ള് ലഭിക്കാൻ, ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാൻ, ഇവിടെ നൽകപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ഇജാബത്തോടുകൂടെ മടക്കപ്പെടാൻ കാരണമായി അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഹൃദയബന്ധിതമായി നമ്മളെയൊക്കെ പലതും ഓർമ്മപ്പെടുത്തുന്ന ഒരു നസീഹത്തും അതോടൊപ്പം നമുക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായ ദുആവും ഈ മഹത്തായ മജ്ലിസ് കൊണ്ട് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ കൊണ്ടുമൊക്കെ ഉദ്ദേശിക്കപ്പെടുന്ന യഥാർത്ഥമായ ലക്ഷ്യത്തെക്കുറിച്ചുമൊക്കെ
തൻ്റെ ഹ്രസ്വമായ വാക്കിലൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയ ഒരു മജ്ലിസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ഹബീബായ തങ്ങളെക്കുറിച്ച്, അവിടുത്തെ മഹബ്ബത്തിനെ കുറിച്ചൊക്കെ അറിയുന്നവരാണ് നമ്മൾ. എന്നാലും ബറക്കത്തിന് വേണ്ടി ഈ മജ്ലിസിന്റെ പുണ്യവും അതോടൊപ്പം തന്നെ അതിലുള്ള സിയാദയും നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒരൽപ്പം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഇനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയത്തിന്റെ അകക്കാബെന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അടിസ്ഥാനമെന്ന് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ടല്ലോ. ആ 2 കാര്യങ്ങൾ, ഒന്ന് ഈമാനാണ്, രണ്ടാമത് അമലുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈമാനാണ്. ഈമാനില്ലാത്ത അമൽ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഈമാൻ ഉള്ളതോടുകൂടെ അമൽ അല്പം കുറഞ്ഞു പോയാലും നമുക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യും. അതെ, ആ ഈമാനിന്റെ അടിസ്ഥാനമാണ് ലോകത്തെ 140 കോടി വിശ്വാസികൾ ഇപ്പോൾ പ്രകടിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്, പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മദീനയുടെ രാജകുമാരനായ നിത്യസൽത്തനത്തിന്റെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറ്റമില്ലാത്ത രീതിയിൽ, നിർവചിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. സലാസത്തും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഒരു മനുഷ്യനിൽ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവന് ഈമാൻ സ്വമേധയാ ലഭിക്കുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമമായതും അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവരാവുക എന്നതാണ്. സ്വന്തം ജീവനേക്കാൾ, ജീവിതത്തെക്കാൾ, സ്വപ്നങ്ങളെക്കാൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, അവിടുത്തെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുക, അവിടുത്തെ തിരുസുന്നത്ത് ജീവിതത്തിന്റെ ചര്യയാക്കി മാറ്റുക. ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിജയത്തിന്റെ കാരണം ഇതാണ്. നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ നമ്മൾ പഠനം നടത്തുമ്പോൾ ലോകത്ത് ഹബീബായ തങ്ങളെ ഏറ്റവും അധികം പ്രണയിച്ച, സ്നേഹിച്ച ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ മുൻപിൽ ഒരു ഉത്തരം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അസ്ഹാബു റസൂലില്ലാഹ്, ഹബീബായ റസൂലുള്ളാഹിന്റെ സഹാബത്താണ്. എന്തേ? അല്ലാഹുവിന്റെ റസൂലിനെ നേർക്കുനേരെ കണ്ടവരാണവർ, കേട്ടവരാണവർ, ആസ്വദിച്ചവരാണവർ. അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും വലിയ അനുരാഗികൾ, അവരാണ് ഏറ്റവും വലിയ മുഹിബ്ബീങ്ങൾ, അവരാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ വിജയം ഹബീബായ തങ്ങളെ കൊണ്ട് നേടിയെടുത്തവർ. 3 തലത്തിൽ ആ സ്നേഹത്തെ നമുക്ക് വിഭജിക്കാൻ കഴിയും, 3 രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നവർ അവരുടെ ഹൃദയം കൊണ്ട് റസൂലുള്ളാഹിനെ സ്വീകരിച്ചു, വാക്കുകൾ ഹബീബായ നബിക്ക് വേണ്ടി സമർപ്പിച്ചു, ശരീരത്തെ ഹബീബായ റസൂലുള്ളാഹിയുടെ സുന്നത്തിലായി പരിശീലിപ്പിച്ചു. ആ സഹാബത്തിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഹബീബായ നബിയോട് ഏറ്റവും ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ ഖുലഫാഉർ റാഷിദീങ്ങളായ 4 സഹാബിമാർ, ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിന്റെ ഹബീബായ നബി തങ്ങൾ കഴിഞ്ഞാൽ ഒന്നാമനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹും. അതേ വബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലിഹിം അജ്മഈൻ. ഈ 4 ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ 2 ആളുകൾ റസൂലുള്ളാഹിന്റെ അമ്മോശന്മാരായി, അവിടുത്തെ കൂട്ടുകാരായി ജീവിച്ചവരാണ്. 2 ആളുകൾ അവിടുത്തെ മരുമക്കളുമാണ്. അതേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ അമ്മോശനല്ലേ പ്രിയപ്പെട്ടവരെ. സിദ്ദീഖ് തങ്ങളുടെ പ്രത്യേകത എന്താണ്? ഹബീബായ നബിയുടെ ഓരോ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കിയവരായിരുന്നു, കൃത്യമായി അറിയാൻ കഴിവുള്ളവരായിരുന്നു. അതേ, ഉപ്പയില്ലാതെ ജനിച്ച മുത്തുനബി, ഉമ്മയെ തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ട മുത്തുനബി, വെല്ലിപ്പയെയും തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ട മുത്തുനബി, സ്വന്തം പിതാക്കളുടെ കരങ്ങൾ പിടിച്ചിട്ട് വിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്തേക്ക് കുഞ്ഞുമക്കൾ നടന്നു വരുമ്പോൾ
കൊതിയോടുകൂടെ തന്റെ ഉപ്പാന്റെ കരം പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരേ ചേർന്നിരുന്നയാളാണ്. സാന്ത്വനത്തിന്റെ വാക്കുകളും തലോടലുമായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിഴലില്ലാത്ത റസൂലുള്ളാന്റെ നിഴലാണ്, റസൂലുള്ളാന്റെ തണലാണ്. അത് ചെറുപ്പം മുതലുള്ള പതിവാണ്. അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിക്കാറില്ല. മുസ്തഫായ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായി എന്നറിഞ്ഞാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉറങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബാലയത്തിന്റെ സമീപം വെച്ചുകൊണ്ട് ശത്രുക്കൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വിവരം അറിഞ്ഞു. അവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഓടി വന്നിട്ട് തടഞ്ഞിട്ട് അവർ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു പ്രവാചകനെ റബ്ബിന്റെ ഭവനത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ ആക്രമിക്കുകയാണോ? നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ വലിയ ക്രൂരതയല്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം കേട്ടുകൊണ്ട് മുസ്തഫായ റസൂലുള്ളാഹിനെ വിട്ടുകളഞ്ഞിട്ട് ദേശത്തോടുകൂടെ അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൈകാര്യം ചെയ്യുകയാണ്. അടിക്കുന്നുണ്ട്, തൊഴിക്കുന്നുണ്ട്, ചെരുപ്പും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. അവസാനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം പൊട്ടിയിട്ട് രക്തമൊലിക്കാൻ തുടങ്ങി. അവിടുത്തെ ബോധം നഷ്ടപ്പെട്ടു. ബനൂ തമീം ഗോത്രത്തിലെ ഏതാനും ആളുകള് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അവരെ കൊണ്ടു ചെല്ലുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലാ വഹും ലാ യശുക്കൂന ഫീ മൗതിഹി. അബൂബക്കർ തങ്ങളുടെ മരണത്തിൽ ആർക്കും സംശയമില്ല. അവർ മരണത്തോട് മല്ലടിക്കുന്നു എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത്. അത്രമേൽ വലിയ അക്രമമാണ്. ഞാൻ എൻ്റെ ഉപ്പയുടെ ശിരസെൻ്റെ മടിയിൽ വെച്ചിട്ട് ആ തലയിലൊന്ന് തലോടിയപ്പോൾ മുടികളൊന്നിച്ച് പറഞ്ഞു പോരുകയാണ് എൻ്റെ കൈകളിൽ. അത്രമേൽ വലിയ അക്രമമാണ് സഹിക്കേണ്ടി വന്നത്. എന്തിനു വേണ്ടി? ഹബീബിനോടുള്ള ആ ഇഷ്ടത്തിൻ്റെ പേരിലാ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ ദിവസത്തിന്റെ വൈകുന്നേരം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുവരെ ബോധരഹിതനായി കിടന്നിട്ട് മെല്ലെ മെല്ലെ കണ്ണു തുറക്കുകയാണ്. പ്രതീക്ഷയോടുകൂടെ ചുറ്റുമുള്ള ആളുകൾ വെള്ളമായി ഭക്ഷണമായി അടുത്ത് നിൽക്കുകയാണെന്ന് നൽകാൻ വേണ്ടിയിട്ട് അവിടുന്ന് സംസാരിച്ചു തുടങ്ങി. ആദ്യമായി അവിടുന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാ ഫഅല റസൂലുള്ളാഹ്, മാ ഫഅല റസൂലുള്ളാഹ്. എൻ്റെ ഹബീബിനെന്താ ചെയ്തത്? എൻ്റെ ഹബീബിനെന്താ പറ്റിപ്പോയത്? അവർ സമാധാനിപ്പിച്ചു, ഒന്നും സംഭവിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങൾ വീട്ടിൽ സുരക്ഷിതനാണ്. പക്ഷേ സമ്മതിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല. നിങ്ങളെ വാക്ക് എനിക്ക് വിശ്വാസമില്ല. കാരണം അത്രമേൽ ക്രൂരന്മാരുടെ മുമ്പിലാണ് എൻ്റെ ഹബീബ് പെട്ടുപോയത്. അതുകൊണ്ട് എൻ്റെ ഹബീബിനെ കാണാതെ എനിക്ക് വെള്ളവും ഭക്ഷണവും വേണ്ട. ശക്തമായ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകുകയാണ്. മുസ്തഫായ റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ മുഖം കണ്ടതിന് ശേഷമാണ് ബഹുമാനപ്പെട്ടവർക്ക് സമാധാനമായത്. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദരവായ റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഹബശയിലേക്കും മദീനയിലേക്കും ഒക്കെ ഹിജറ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹബശയിലേക്ക് ഹിജറ പോകുന്നു, മറ്റുള്ള രാജ്യങ്ങളിലേക്ക്. മദീനയിലേക്ക് ഒരുപാട് സഹാബത്ത് പോയിട്ടുണ്ട്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർ മദീനയിൽ പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ ഹിജറക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതേ ഒരു ദിവസം റസൂലുള്ളാഹിക്ക് യാത്രക്ക് വേണ്ടി അനുവാദം നൽകപ്പെട്ടു. നേരെ വന്നത് ഇന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ സമീപത്തുള്ള ക്ലോക്ക് ടവർ ഉണ്ടല്ലോ, അതിന്റെ സമീപത്തായിരുന്നു മഹാനായ അബൂബക്കർ തങ്ങളുടെ വീടുണ്ടായിരുന്നത്. അവിടെ വന്നിട്ട് പറഞ്ഞു, ഉദിനലീ യാ അബൂബക്കർ, അബൂബക്കറെ എനിക്ക് സമ്മതം നൽകപ്പെട്ടിട്ടുണ്ട്. അതേ ഹിജറക്കുള്ള സമ്മതം ലഭിച്ചിട്ടുണ്ട്. ഉടനെ ചോദിച്ചൊരു ചോദ്യം
ചോദ്യമുണ്ട്. അസ്സുഹബത്തു യാ റസൂലല്ലാഹ്, അസ്സുഹബത്തു യാ റസൂലല്ലാഹ്, കൂടെ വരാൻ അനുവാദമുണ്ടോ? ആർക്കെങ്കിലും കൂടെ വരാൻ അനുവാദമുണ്ടോ? അതേ, സുഹബയുണ്ട്, അനുവാദമുണ്ട്. പിന്നെ അബൂബക്കർ തങ്ങളൊന്നും ചോദിച്ചില്ല. പൊട്ടി പൊട്ടി കരയുകയാണ് അബൂബക്കർ തങ്ങൾ. താടിരോമം നനഞ്ഞിട്ട് കണ്ണുനീര് നെഞ്ചിലേക്ക് ഊർന്നിറങ്ങുന്നത് വരെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സന്തോഷം വന്നാൽ ഇത്രമേൽ കരയാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഉപ്പാന്റെ കരച്ചിൽ കണ്ടിട്ടാണ്. ആ സുഹബ പിന്നെ യാത്രയാവുകയാണ്. ഖലീൽ ഇബ്രാഹിമിലൂടെ, തരീഖ് ഇബ്രാഹിം ഖലീലിലൂടെ, തരീഖ് ഹിജ്റയിലൂടെ പോകുകയാണ്. ഗാറു സൗറിലെത്തിയ സംഭവം നമുക്കറിയാമല്ലോ. അവിടെ ഉണ്ടായ ത്യാഗം നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ആ ത്യാഗോജലമായ അബൂബക്കർ തങ്ങളുടെ പ്രവർത്തനം. ഇത് ഖാല ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അതെ, ആ സാഹിബുണ്ടായത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സാഹിബ് തന്റെ കൂട്ടുകാരൻ ആരാണ്? സാഹിബ് റസൂലുള്ളയാണ്. അബൂബക്കറിനോട് പറയാണ് ലാ തഹ്സൻ, അബൂബക്കറെ ശത്രുക്കളുടെ പാദങ്ങൾ കണ്ടിട്ട്, ശത്രുക്കളുടെ പാദങ്കാല് കണ്ടിട്ട് ഭീതിയോടുകൂടെ, അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയോടുകൂടെ നോക്കുന്ന മഹാനായ പേടിയോടുകൂടെ ഇരിക്കുന്ന അബൂബക്കർ തങ്ങളോടാണ് പറയുന്നത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കണ്ട അബൂബക്കറേ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ നമ്മൾ മാത്രമല്ല ഉള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, ആ സുഹബത്തിൽ നിന്നാണ് ആ സാഹിബ് ഉണ്ടായത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ സാഹിബ്. അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടരുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ പിറകിൽ നടക്കും കുറച്ച്, പിന്നെ മുൻപിൽ നടക്കും, പിന്നെ രണ്ട് വശത്തുകൂടെ നടക്കും. അബൂബക്കറെ എന്തേ ഇങ്ങനെ? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പിറകിൽ നടക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോകുകയാണ് മുൻപിലൂടെ ശത്രുക്കൾ വരുമോ എന്ന്. മുൻപിൽ ഞാൻ നടക്കുമ്പോൾ തോന്നും എനിക്ക് ബാക്കിൽ അങ്ങേ ആക്രമിക്കാൻ ആളുകൾ വരുമെന്ന്. സൈഡിൽ മാറി മാറി നടക്കുമ്പോൾ അങ്ങനെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ യാത്ര ഇങ്ങനെ പോകുകയാണ്. 400-ലധികം കിലോമീറ്ററുകൾ പിന്നിടാനുണ്ടല്ലോ. ഒരു മലഞ്ചെരുവിലെത്തിയപ്പോ മഹാനായ റസൂലുള്ളാഹിക്ക് വലിയ ക്ഷീണമുണ്ട്. അവിടെ നിന്ന് വിശ്രമിക്കുകയാണ്. ഒരാട്ടിടയന്റെ അടുക്കൽ പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്പം പാലുമായി വരികയാണ്. ആ പാല് കൊണ്ട് വന്നപ്പോഴേക്കും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങുന്ന ആ സുന്ദരമായ വദനം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആർത്തിയോടുകൂടെ നോക്കി നിൽക്കുകയാണ്. കാണാൻ, വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹത്തോടുകൂടെ നോക്കി നിൽക്കുകയാണ്. കാരണം അബൂബക്കർ തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ് മുത്തുനബിയെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ വേണ്ടി അങ്ങയുടെ സവിധത്തിൽ ഇരിക്കലാണ് എൻ്റെ ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണത്. ആ പാൽപാത്രം പിടിച്ചിട്ട് മഹാനായ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ നിന്നു, റസൂലുള്ള ഉണരുന്നത് വരെ. അങ്ങനെ ഉണർന്നപ്പോൾ ഞാൻ ആ പാൽപാത്രം റസൂലുള്ളാഹിന്റെ കൈവശം കൊടുത്തിട്ട്, കുടിക്കൂ യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ അങ്ങ് കുടിച്ചാലും. ഇവിടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നൊരു വാക്കുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ആ പാല് കുടിച്ചു. ഏതുവരെ എന്നറിയോ? എന്റെ ദാഹം തീരുന്നത് വരെ. പ്രിയമുള്ളവരെ, ഇപ്പോഴാ നമ്മൾ ചായ കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചായ കുടിക്കുന്നു. നിങ്ങൾ ചായ കുടിക്കുന്നത് കണ്ടിട്ട് എന്റെ ദാഹം എങ്ങനെ തീരാനാണ്? ഞാൻ കുടിച്ചാലല്ലേ എന്റെ ദാഹം തീരുകയുള്ളൂ. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരാൾ കുടിക്കുന്നു, മറ്റൊരാളുടെ ദാഹം തീരുന്നു. ആ ചരിത്രത്തിന്റെ ഉടമയാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി. അല്ലാഹുവിന്റെ ഹബീബിനെ പിരിഞ്ഞിട്ടൊരു സമയവുമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ മൊഴിമുത്തുകളുടെ രഹസ്യങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോളം വ്യക്തമായി മനസ്സിലാകുന്നവരുണ്ടായിരുന്നില്ല.
അവിടുന്ന് പരിശുദ്ധമായ അറഫയിൽ വെച്ചിട്ട് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് പറഞ്ഞു, സഹാബത്തെ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് കൃത്യമായി പഠിക്കണം. എന്തുകൊണ്ട്? ലാൽഖാക്കും ബഅദാമി ഹാദാ, ഈ കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഹജ്ജിന് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായി എന്ന് വരൂല. ആർക്കും അത് മനസ്സിലായില്ല. അവിടെ ഒരാളെ പൊട്ടിക്കരഞ്ഞതുള്ളൂ. അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്തേ കാരണം? അള്ളാഹുവിന്റെ ഹബീബില്ലാത്തൊരു ജീവിതം തൻ്റെ മുൻപിൽ വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ വേർപാടിലേക്കുള്ള സൂചന മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഒരു വേള അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു അബ്ദിന്റെ മുമ്പിൽ പടച്ച റബ്ബ് ദുനിയാവും ആഖിറവും വെച്ചു കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അബ്ദ് ആഖിറം തെരഞ്ഞെടുത്തു. ഒരടിമക്ക് ആഖിറവും ദുനിയാവും വെച്ചു കൊടുത്തിട്ട് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ അബ്ദ് ആഖിറം തെരഞ്ഞെടുത്തു. ഉടനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. സഹാബത്ത് അന്താളിച്ചു പോയി. മഹാനായ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് ഈ ശൈഖിനെ പറ്റിപ്പോയത്? അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ കരയാൻ മാത്രം എന്താണ് പറഞ്ഞത്? ആഖിറവും ദുനിയാവും കിട്ടിയപ്പോ ആഖിറം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിൽ എന്താ അതിന്റെ പൊരുൾ? പ്രിയപ്പെട്ടവരെ, അബ്ദ് ആരാണെന്ന് മനസ്സിലാക്കി പോയി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ കരളിന്റെ കഷ്ടമായ മുത്തുനബിയാണ്. അവിടുന്ന് ആഖിറം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഈ ലോകത്തോട് വേർപിരിയാൻ വേണ്ടി പോകുകയാണ്, വിട പറയാൻ പോവുകയാണ്. അതാണ് അവിടുന്ന് കരയാനുള്ള കാരണം. അള്ളാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, അമന്നന്നാസി അലയ്യ ഫീ സുഹബത്തിഹി വമാലിഹി അബൂബക്കർ. തലോടിയിട്ട് റസൂലുള്ള പറഞ്ഞതാണ്, കരയല്ലേ അബൂബക്കറേ, സമ്പത്ത് കൊണ്ടും സുഹബത്ത് കൊണ്ടും എനിക്ക് ഏറ്റവും ഈ ലോകത്ത് ഉപകാരപ്പെട്ടൊരു വ്യക്തി, ഒന്നാമനായ വ്യക്തി അങ്ങാണ് അബൂബക്കറേ. അതുകൊണ്ടങ്ങ് കരയരുതേ. എപ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ ആവശ്യങ്ങളിൽ ഒന്നാമനാവും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫീ സഅത്തിൽ ഉസ്റ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തബൂക്കിലേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകര് സദഖ ചോദിച്ച സമയത്ത് രാത്രിയിൽ സദഖ ചോദിച്ചിട്ട് നാളെ സദഖയുമായി നിങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ച സഹാബത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് രാത്രിയിൽ ചിന്തിച്ചു, നാളെ ഹബീബിന്റെ മുമ്പിൽ സദഖയിൽ അബൂബക്കറിനെ എനിക്ക് മുൻകടക്കണം. അതൊരു വാശിയല്ല പ്രിയപ്പെട്ടവരെ, അതൊരാഗ്രഹമാണ്, ആവേശമാണ്. നേരം പ്രഭാതമായി ബഹുമാനപ്പെട്ട സഹാബത്ത് സദഖകളുമായി വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദഖ കൊണ്ട് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ മാ അബ്ഖൈതാ, നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത് എന്നല്ല ചോദിച്ചത്, നിങ്ങളെ വീട്ടിൽ എന്താണ് ബാക്കിയാക്കിയത് എന്നാ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, നിസ്ഫഹു, നബിയേ, ഇതിന്റെ പകുതി എന്റെ വീട്ടിലുണ്ട്, ഞാൻ കൊണ്ടുവന്നതിന്റെ പകുതി എന്റെ വീട്ടിലുണ്ട്. മഹാനായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അഹിലുകാർക്ക്, കുടുംബക്കാർക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇതിന്റെ പകുതി വീട്ടിലുണ്ടെന്നാ പറഞ്ഞത്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കറേ മാ അബ്ഖൈത ലി അഹ്ലികാ, നിങ്ങളെ കുടുംബത്തിന് വേണ്ടി എന്താ ഇനി ബാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു, അബ്ഖൈതുല്ലാഹ വറസൂലാ, നബിയേ, അല്ലാഹും റസൂലുമാണ് ഞാൻ അവർക്ക് ബാക്കി വെച്ച വിഭവങ്ങൾ, അല്ലാഹും റസൂലുമാണ് എൻ്റെ ബാക്കിയായിട്ടുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഒരു കാലത്തും അബൂബക്കറിനെ ഒരു നിലക്കും മറികടക്കാൻ എനിക്ക് കഴിയില്ലെന്ന്. അതൊരു സഞ്ചാരമായിരുന്നു, സുഹബത്തിന്റെ സഞ്ചാരം. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ സമയത്തും അത് പ്രകടമായി. അവിടുന്ന് വഫാത്തായപ്പോൾ മഹാനായ അബൂബക്കർ തങ്ങൾ സമീപത്തില്ല, അല്പം അകലെയാണ്. അങ്ങനെ വിവരമറിഞ്ഞ് വരുമ്പോൾ പ്രശ്നകലുഷിതമാണ് മസ്ജിദുൻ നബവി. ഹബീബായ തങ്ങളാകുന്ന ആ സ്നേഹഭാജനമില്ലാത്ത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരു സമൂഹം പരസ്പരം കശപിശ കൂടുകയാണ്. പക്വമതിയാവേണ്ടിയിരുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും ആ
ആരെങ്കിലും എൻ്റെ ഹബീബ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ ശിരസ് വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് ആകെ വികാരഭരിതനായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക് കയറിയിട്ട് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ മുഖത്ത് നിന്ന് ആ കഫൻ അങ്ങോട്ട് നീക്കിയിട്ട് ചുടുചുംബനം സമർപ്പിച്ചിട്ട് പറഞ്ഞു, നബിയേ, ഹയാത്തിലും വഫാത്തിലും അങ്ങേക്കെന്തൊരു സൗന്ദര്യമാണ്, സൗരഭ്യമാണ്. ഉടനെ മദീന പള്ളിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാം നെഞ്ചകത്തൊതുക്കി വെച്ചിട്ടാ പോകുന്നത്. കാരണം തനിക്കിവിടെ ഒരു ഉത്തരവാദിത്തം, എന്റെ ഹബീബ് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം, ഈ ഉമ്മത്തിനെ പക്വമായി മുന്നോട്ട് നയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പാദപതനമേറ്റ പരിശുദ്ധ റൗളയിലൂടെ അവിടുത്തെ മിമ്പറിന് സമീപം ചെന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ പിടിച്ചിട്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകൻ മാത്രമാണ്. അത് അവർക്ക് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വാഭാവികമായ മരണം വരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്, ഷഹാദത്ത് ലഭ്യമായവരുമുണ്ട്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതിന്റെ പേരിൽ നിങ്ങൾ പരിശുദ്ധമായ ദീനിൽ നിന്ന് മടങ്ങിപ്പോയാൽ അത് നിങ്ങളുടെ പരാജയത്തിന്റെ കാരണമാകുമെന്നറിയിക്കുന്ന ആശയം ജനിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തങ്ങോട്ട് ഉച്ചത്തിൽ ഓതി കേൾപ്പിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ വിശുദ്ധ കലാമായ ഖുർആനിൽ ഇങ്ങനൊരായത്തുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴാണ്. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിൽ നിന്ന്, ദാറുൻ നദ്വയിൽ നിന്ന് ദാറുൽ അർഖമിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നത് റസൂലുള്ളാഹിന്റെ ശിരസ് വെട്ടിയെടുക്കാനാണ്. ആ ശിരസ് കൊണ്ട് ചെന്നാൽ 100 ഒട്ടകം ഇനാമായി ലഭിക്കുമെന്ന സന്തോഷത്തിലാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ പരിശുദ്ധ സവിധമെത്തിയപ്പോൾ അവിടുത്തെ ഏറ്റവും ഉത്തമാനുയായി ഖത്താബിന്റെ കഴുത നന്നായാൽ പോലും മകൻ ഉമർ നന്നാവില്ലെന്ന് പറഞ്ഞ സമൂഹത്തിന് നന്മയുടെ മാതൃകയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മാറുകയാണ്. പിന്നെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിക്കണം. ആഗ്രഹത്തിൽ 2 പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ ജനിച്ചു. അതിലൊന്ന്, അല്ലാഹുവേ, എനിക്ക് നീ രക്തസാക്ഷിയായി മരിക്കാനുള്ള അവസരം തരണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്, ഉമർ മരിക്കുമ്പോൾ രക്തസാക്ഷിയാവണം. എവിടെ വെച്ചിട്ടാ രക്തസാക്ഷിയാവേണ്ടത്? ഫീ ബലദി നബിയിക, നിന്റെ പ്രവാചകനായ എന്റെ ഹബീബ് അന്തി ഉറങ്ങുന്ന മണ്ണിലാണ് എനിക്ക് കിടക്കേണ്ടത് രക്തസാക്ഷിയായിട്ട്. സത്യത്തിൽ പേടിയുണ്ട്, നിർത്താൻ നല്ല കാരണം എന്താ അറിയോ, ഇത് പറയുമ്പോൾ നമുക്ക് അതപകടമായിട്ട് ഉള്ള ഇതായിട്ട് പോകുന്ന ചെറിയൊരു പേടിയുണ്ട്. അങ്ങനെ പറയുന്ന ആളെന്താണെന്ന് എനിക്കറിയാം, എൻ്റെ അടുത്തൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന വിഷയം നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈമാനിന്റെ എന്താ പറയാ, അതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ കുറിച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, ഒരു അല്പസമയം, ഒരു ഏതാനും മിനിറ്റൊന്ന് നിങ്ങൾ ക്ഷമിക്കുക, അത് അവസാനിപ്പിക്കുക. അല്ലാഹു തആല ഇവരൊക്കെ ഇഷ്ടപ്പെട്ട് ഇവരുടെ വഴി ആശിക്യങ്ങളായി മുത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ചേരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹമാണ്, എനിക്ക് ഷഹീദായി മരിക്കണം. അങ്ങനെ മരിച്ചാൽ പോരാ, റസൂലുള്ളാഹിന്റെ നാട്ടിൽ വെച്ച് ഷഹീദാവണം. അവിടെ നിന്ന് ബൗണ്ടറി വിടാൻ എനിക്ക് പറ്റൂല. അതേ അല്ലാഹു തആല അവസരം നൽകി. റസൂലുള്ളാഹി വഫാത്തായി, അബൂബക്കർ തങ്ങൾ വഫാത്തായി, ഉമർ റളിയല്ലാഹു അൻഹു മദീന ഭരിക്കുന്ന സമയത്താണ് സുബ്ഹി നമസ്കാരത്തിൽ വെച്ച് മുഗീറയുടെ അടിമയായ മജൂസിയായ അബൂ ലുഅ്ലുഅ വന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തുന്നത്. കുത്തേറ്റ് കിടക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ചോദിച്ച ചോദ്യം, അതേ, ആരാണ് എന്നെ കുത്തിയത് എന്നാണ്. മുഗീറയാണ്, മുഗീറയുടെ അടിമയായ അബൂ ലുഅ്ലുഅയാണ്, മജൂസിയായ. അൽഹംദുലില്ലാഹ്, എനിക്ക് ഷഹാദത്ത് വരിക്കാമല്ലോ, മുത്ത് റസൂലുള്ളാഹിന്റെ നാട്ടിലാണല്ലോ. അവിടെ ഏതാനും ദിവസം കൂടെ ജീവിക്കുന്നു. വേദന സംഹാരിയായി ഒരേ ഒരു മരുന്ന് മാത്രമാണ് കൂടെയുള്ളത്, അത് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്താണ്. അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അവസാന സമയത്ത് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ എൻ്റെ ആഗ്രഹമെന്നല്ലേ?
എൻ്റെ പൊന്നുമോന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നിട്ട് ഉപ്പാന്റെ ആഗ്രഹം ഒന്നറിയിക്കണം. അവിടെ ചെന്നിട്ട് പറയേണ്ടത്, ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും അമീറുൽ മുഅ്മിനീൻ എന്ന് പറയല്ല. ഖത്താബിന്റെ മകൻ ഉമർ അങ്ങയോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ആയിഷ, മഹദിയായ ആയിഷ ഉമ്മ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അതെന്തെന്നല്ലേ? അവിടുത്തെ 2 സാഹിബീങ്ങളുടെ ചാരത്തായി ഉമർ തങ്ങൾക്ക് 6 അടി മണ്ണ് നൽകുമോ? അവിടത്തേക്ക് കിടക്കാനുള്ള അവസരം നൽകുമോ എന്നാണ് ആയിഷ ബീവി പറയുന്നുണ്ട്. ഞാൻ ആദ്യം സ്തംഭിതയായി പോയി. കാരണം എൻ്റെ ഇടുങ്ങിയ റൂമിലെ ഹബീബായ തങ്ങളെന്ന എൻ്റെ ഭർത്താവാകുന്ന ലോകത്തിൻ്റെ ഹബീബിൻ്റെ കൂടെ എൻ്റെ പൊന്നുപ്പയോടുകൂടെ കിടക്കണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹത്തിന് മീതെ ഞാനിതാ ഉമറിന്റെ ആഗ്രഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹബന്ധത്തെ അല്ലാഹു തആല സുദൃഢമാക്കാനും ശക്തമാക്കാനും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് അവസരം നൽകുകയാണ്. 2 അമ്മോശന്മാർ ഇതാണ് പ്രിയപ്പെട്ടവരെ. ഇനി മൂന്നാമത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇന്ന ലികുല്ലി നബിയിൻ റഫീഖുൻ ഫിൽ ജന്ന. ഓരോ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ ഓരോ പ്രത്യേക അടുപ്പക്കാരുണ്ട്. റഫീഖി ഉസ്മാൻ, എൻ്റെ റഫീഖ് ഉസ്മാനാണെന്ന് പറഞ്ഞ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉസ്മാനുൽ ഗനി എന്നാണ് അറിയപ്പെട്ടത്. സമ്പന്നനായ ഉസ്മാൻ അറബികൾക്ക് ഇടയിലുള്ള വിളിപ്പേരാണ്. സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിയിൽ വിശ്രമിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത്, കച്ചവടക്കാരെ എണീക്കൂ, ഇതാ പരിശുദ്ധ മക്കയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട്. അവിടുന്ന് കച്ചവട സംഘം വന്നു, കൂടെ ഉസ്മാൻ തങ്ങൾ വന്നു. അബൂബക്കർ തങ്ങളോട് സംസാരിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ ഒരു പ്രയാണമായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ആ സുഹബത്തിലായി ആ മഹബത്തിലായ പ്രയാണം. 2 തവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഒന്ന് ബിർ റൂം മേടിച്ചു കൊടുത്ത സമയത്താണ്. മേടിച്ചിട്ട് മദീനക്കാർക്ക് ഏകദേശം പ്രിയപ്പെട്ടവരെ 40,000 35,000 എന്നും 40,000 എന്നും അഭിപ്രായമുണ്ട്. ദിർഹം വില വരുന്ന കിണർ മേടിച്ചിട്ട് മദീനക്കാർക്ക് വേണ്ടി വഖഫ് ചെയ്യുകയാണ്. അത് ഇന്നാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വില മതിക്കും. അള്ളാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിച്ചു. 2ാമത് തബൂക്കിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ പങ്ക് നിർവഹിച്ച സമയത്താണ് തന്റെ 2 പെൺകുട്ടികളെയാണ് കെട്ടിച്ചു കൊടുത്തത്. ഒന്ന് റുഖിയ്യ റളിയല്ലാഹു അൻഹു ആണ്. അവർ വഫാത്തായിട്ട് ഉമ്മു കുൽസൂമിനെയും കല്യാണം കഴിച്ചു കൊടുത്തു. ദിന്നൂറൈനി എന്ന സ്ഥാനപ്പേരിന് അർഹരായി. ആളുകൾ പറയാൻ തുടങ്ങി, ഉസ്മാനിന് പെണ്ണ് കൊടുക്കാൻ പറ്റൂല, ഉസ്മാന് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളൊക്കെ മരിച്ചു പോകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരമറിഞ്ഞപ്പോൾ പറഞ്ഞു, ഓ ഉസ്മാനെ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടണ്ട. എനിക്ക് 40 പെൺകുട്ടികളുണ്ടെങ്കിലും അതിന് വഴിയായി ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബന്ധത്തിന്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ. അവിടുന്ന് കൊല ചെയ്യപ്പെടാൻ വേണ്ടി പോകുകയാണ്, കൊല്ലപ്പെടാൻ വേണ്ടി പോകുകയാണ്. തല ദിവസം അതാ വരുന്നു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു സ്വപ്നത്തിൽ, ഉസ്മാൻ, നാളെ നിങ്ങൾ നോമ്പ് തുറക്കേണ്ടത് എൻ്റെ കൂടെയാണ്. എൻ്റെ കൂടെ വന്നിട്ടാ നിങ്ങൾ നോമ്പ് തുറക്കേണ്ടത്. പകലിൽ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വരികയാണ്. ഭാര്യ അന്ന് റാഹില റളിയല്ലാഹു അൻഹയാണ്. അവർ തടയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പറഞ്ഞു, അരുത് റാഹില, എന്തേ എന്നല്ലേ, ഞാൻ ഇന്ന് നോമ്പ് തുറക്കുന്നത് എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയാണ്, തടയല്ലേ, ഞാൻ എൻ്റെ ഹബീബിൻ്റെ അടുക്കലേക്ക് പോകുകയാണ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു
കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ മിൻ ആബായിനാ വ ഉമ്മഹാത്തിനാ വൽ മാഇൽ ബാരിദി അലല്ലാമ. അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും ദാഹമുള്ള സമയത്ത് ദാഹക്കാരൻ ആവശ്യമുള്ളത് തെളിമയുള്ള വെള്ളമാണല്ലോ, അതിനേക്കാളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മരുമക്കളിലും ആശിഖീങ്ങളിലും നാലാമനാണ്. അതേ പ്രിയപ്പെട്ടവരെ, അഹ്ലു ബൈത്തിന്റെ പിതാവ്, ആ പിതാവിന് തന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കുകയാണ്. തന്നെക്കാൾ 30 വയസ്സ് താഴെയാണ് അലി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ത്യാഗമോർക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹിജ്റയുടെ സമയത്ത് അവിടെ അമാനത്തായി ഏൽപ്പിച്ചത് മുഴുവനും ഏൽപ്പിച്ചിട്ട് തന്റെ ജീവൻ ഒരു വേള നഷ്ടപ്പെടുമോ എന്ന ഭയം പോലും മാറ്റിവെച്ചിട്ട് മുത്ത് റസൂലുള്ള കിടന്ന വിരിപ്പിൽ കിടന്നുറങ്ങിയ ആളാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന് കരളിന്റെ കഷ്ടമായ ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചതാണ് മുത്ത് റസൂലുള്ളാഹിന്റെ മരുമോനാവാൻ. പക്ഷെ അഹ്ലു ബൈത്തിന്റെ പിതാവായി തെരഞ്ഞെടുത്തത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇടക്കിടക്ക് സൗന്ദര്യപ്പിണക്കമുണ്ടാകും ഭർത്താവും ഭാര്യയും. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ചെന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പുറത്ത് കിടക്കുകയാണ്, ശരീരത്തിലെ മുഴുവനും മണ്ണുണ്ട്. അപ്പോൾ റസൂലുള്ള വിളിച്ചു, യാ അബത്തുറാബ്, ഓ മണ്ണിന്റെ പിതാവേ എന്ന്. അത് പിന്നൊരു ഇഷ്ടമായി. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബി തങ്ങളെ, യാ റസൂലല്ലാഹ്, ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ മതി, അബുത്തുറാബ് എന്ന് വിളിച്ചാൽ മതി, എനിക്കതാണ് ഇഷ്ടം. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഈ സുഹബത്തിന്റെ, ഈ ബന്ധത്തിന്റെ സഞ്ചാരം, അവർ നിർമ്മിച്ച ആവിഷ്കാരങ്ങൾ, സ്നേഹത്തിന്റെ ആവിഷ്കാരങ്ങൾ, അത് നമ്മൾ ചർച്ച ചെയ്താൽ, നമ്മൾ പഠിച്ചാൽ അറ്റമില്ലാത്ത പ്രവാഹം പോലെ അതങ്ങനെ പരന്ന് പരന്ന് കിടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവര് പോയ വഴിയിലാണ് ഈമാനുള്ളത്, ഇവർ സഞ്ചരിച്ച വഴിയിലാണ് വിജയമുള്ളത്, ഇവർ സഞ്ചരിച്ച വഴിയാണ് അള്ളാഹുവിന്റെ റസൂലാകുന്ന അള്ളാഹുവിലേക്കുള്ള ബാബും വഹീദായ മുസ്തഫായ നബിതങ്ങളിലേക്കുള്ള വാതിലെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആമിനോ കമാ ആമനന്നാസ്, ആമിനോ കമാ ആമനന്നാസ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനം അത് റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണെന്ന് മനസ്സിലാക്കി ജീവിച്ചവരാണ് ബഹുമാനപ്പെട്ട സഹാബത്ത്. അന്നാസ് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. അന്നാസ് എന്ന് പറയുന്നത് അസ്ഹാബ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, റസൂലുള്ളാഹിന്റെ സഹാബത്താണ് എന്ന് സകല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെങ്ങനെയാണോ ഈമാനിനെ കണ്ടത്, അവരെ എവിടെയാണോ വിജയത്തിന്റെ വഴി കണ്ടത്, വിജയം കണ്ടത്, അവിടെ തന്നെയാണ് നിങ്ങൾക്കും വിജയമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബാകുന്ന പ്രപഞ്ചത്തിന്റെ മുഞ്ച് മലീഹുൽ കൗനായ മൻ റആ വജ്ഹക യസ്അദ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ മുഖം ഒരാൾക്ക് ദർശിക്കാൻ കഴിഞ്ഞാൽ അവന് ലഭ്യമാകുന്നത് വിജയം മാത്രമാണെന്ന് പറയപ്പെട്ട ഹബീബിനെ നമ്മൾ ഇഷ്ടപ്പെടണം, വീണ്ടും ഇഷ്ടപ്പെടണം, വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടണം. പ്രിയപ്പെട്ടവരെ, ആ ഇഷ്ടം അവിടുത്തെ തിരുസുന്നത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കാനുള്ള സഹായകമായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.